ഹായ്, ഷിയാബ് ദുബായ് ആണ്. കഴിഞ്ഞ 2 ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു സാജാൻ GKസിന്റെ ഒരു ഫാം വർക്ക്. അന്ന് നമുക്ക് റൂഫ് വർക്ക് മാത്രമേ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ, ബാക്കിയുള്ള വർക്കുകളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അതോടൊപ്പം തന്നെ ഈ വീഡിയോ കാണുന്നതോടൊപ്പം നിങ്ങൾ എൻ്റെ കൂടെ കൂടണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കല്ലേ. സജാക്ക, നമ്മൾ നിങ്ങൾക്ക് ഇപ്പോൾ മൊത്തത്തിൽ എത്ര ഫാമുള്ളത്? നമ്മളെ നമ്മൾ ചെയ്ത കക്കാടംപൊയിലല്ലാതെ വേറെ പുതുതായിട്ട് പെരിന്തൽമണ്ണ ഉണ്ടായിരുന്നല്ലോ, അതിലൊക്കെ കോയിനിട്ടോ? ഇതില് പല ആളുകൾക്ക് പല സംശയങ്ങളാണ്. ഒരു സ്ക്വയർ ഫുട്ട് എങ്ങനെയാണ് ഈ കോയിന്റെ കണക്ക്? എങ്ങനെയാണ് ഇത്? കോഴി ഇപ്പോൾ ഈ ഫാം 1800 ഷെഡാണ്. ഇതിലൊരു 1400 കോഴി എടുക്കും. 1000 കോഴിക്ക് ഒരു 1200 സ്ക്വയർ ഫീറ്റ് എങ്കിലും ഏരിയ വേണം. ഒരു സ്ക്വയർ ഫുട്ട് കണക്കാണോ കോഴി ഇടുന്നത്? അതെ 1000 കോഴി ഇടണമെങ്കിൽ 1200 സ്ക്വയർ ഫീറ്റ് ഇതിന്റെ ഉള്ളിൽ വേണം. അപ്പോൾ നമ്മൾ കോഴിട്ട് കൊടുക്കുള്ളൂ. അപ്പോൾ കോഴിട്ട് കൊടുക്കണതാണല്ലോ. അതേമാതിരി മൊത്തത്തിൽ ഇപ്പോൾ നമ്മൾ ചെയ്ത 12 ഫാമും അതിനുശേഷം റെന്റിനെടുത്ത് ചെയ്യുന്ന വേറെ ഫാമും ഉണ്ടല്ലേ? 10 തോനങ്ങൾ ചെയ്ത ഫാമാണ് നമ്മുടെ അടുത്തുള്ളത്. ബാക്കി നമ്മൾ ഇറക്കി കൊടുക്കുന്നതാണല്ലോ. സ്വന്തം ഫാമൊക്കെ ഈ ചെയ്ത് തന്നെയാണ്. ഈ ഫാമിന്റെ ഇപ്പോൾ നല്ല അഭിപ്രായം എല്ലാവരും വന്നാ പറയുന്നത്. ഇപ്പോൾ പുതുതായിട്ടൊരു ഫാം മറ്റേത് കോൺക്രീറ്റ് ചെയ്ത് വെച്ച ഫാം ഉണ്ടല്ലോ, അതിപ്പോൾ ഈ ആഴ്ച ഇടോ കോയിനിടോ? അത് 10 ദിവസം കഴിയണം. കോഴി എന്തോ അടി മണ്ണായിട്ടുണ്ടെങ്കിൽ സ്മെല്ല് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളത് അടി കോൺക്രീറ്റ് ചെയ്തത്. അപ്പോൾ എല്ലാ ഫാമും അങ്ങനെ ചെയ്യാനുള്ള അഭിപ്രായമാണ്. ഇപ്പോൾ ഒന്ന് സാമ്പിൾ ചെയ്തതാണ്. ഫുള്ള് കോൺക്രീറ്റ് ചെയ്താൽ സ്മെല്ല് കുറയും. പിന്നെ നമ്മൾ ചേരിപ്പൊടി ഇടുന്ന അളവ് കുറക്കാം. 1000 കോഴിക്ക് 16 ചാക്ക് ചേരിപ്പൊടി ഇടേണ്ടി. അത് നേരെ മറിച്ച് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു 14-13 ചാക്ക് ഇട്ടാൽ മതി. അങ്ങനെ ഓരോ ബെനിഫിറ്റ് കണ്ടെത്തിയിട്ട് അതിനനുസരിച്ച് ഓരോ മാറ്റങ്ങൾ വരുത്താണ്. ഓക്കെ. നിലവിൽ നമുക്ക് 3 ഫാമിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ 2 ഫാമിൻ്റെ വർക്ക് പൂർത്തിയായി. ആ 2 ഫാമിൽ കോഴിക്കുഞ്ഞുങ്ങൾ ഇടുകയും ചെയ്തു. 3ാമത്തെ ഫാമിൻ്റെ കോൺക്രീറ്റ് വർക്ക് ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ഫാമിൻ്റെ വീതി വരുന്നത് 6 മീറ്ററാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത്ത് 26 മീറ്ററാണ് വരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നമ്മുടെ ഫാമിൻ്റെ സൈഡ് പോസ്റ്റ് ഹൈറ്റ് 3 മീറ്റർ നിർബന്ധമായും കിട്ടേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ സെൻറ്ററിൽ 3 ലൈൻ ക്രോസിലിടുന്നതാണ്. തീറ്റയുടേതും മറ്റ് വാട്ടർ പൈപ്പും ഇതൊക്കെ ഇലക്ട്രിക് വർക്കിനുമായിട്ട് 3 ലൈൻ പൈപ്പ് നിർബന്ധമായിട്ട് വേണം. മറ്റൊരു പ്രത്യേകത, നമ്മുടെ ഈ ഫാമിൻ്റെ ഓണറായ സാജാൻ GKS സ്വന്തമായിട്ട് ഫാമുകൾ നിർമ്മിച്ചുകൊണ്ട് അതിലേക്ക് കോഴിക്കുഞ്ഞുങ്ങൾ ഇടുകയും അതുപോലെ തന്നെ നമ്മുടെ നാടുകളിലൊക്കെ മിതമായ വിലയിൽ അദ്ദേഹത്തിന് ചിക്കൻ സെയിൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയും കൂടിയാണ്. ഇതത് ഈ കടയുടെ ലൊക്കേഷൻ വരുന്നത് ഒന്ന് നമ്മുടെ നെല്ലിക്കാപ്പറമ്പ്, ഗോതമ്പ് റോഡ്, കൊടിയത്തൂർ. ഇത്തരത്തിലുള്ള വർക്കുകളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. വർക്ക് സംബന്ധമായിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഷോപ്പ് വരുന്നത് മുക്കത്തിനടുത്ത് നെല്ലിക്കാപ്പറമ്പ് എയർപോർട്ട് റോഡിലാണ്. പുതിയൊരു വീഡിയോയായി വീണ്ടും കാണാം.